യോശുവ അധ്യായം 9. എന്നാൽ ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരീസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിങ്ങനെ യോർദാനിക്കരെ മലകളിലും താഴ്വരകളിലും ലെബാനോനെതിരെ മഹാസമുദ്രത്തിൻ്റെ തീരങ്ങളിലുള്ള രാജാക്കന്മാർ വിവരം കേട്ടപ്പോൾ യോശുവയോടും ഇസ്രായേലിനോടും യുദ്ധം ചെയ്യുവാൻ ഏകമനസ്സോടെ യോജിപ്പിലെത്തി. യോശുവ യെരിഹോയോടും ഹായിയോടും ചെയ്തത് ഗിബെയോൻ നിവാസികൾ കേട്ടപ്പോൾ അവർ ഒരു ഉപായം പ്രയോഗിച്ചു. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയ പഴയ ചാക്കുകളും പഴയതും കീറിയതും തുന്നിക്കെട്ടിയതുമായ വീഞ്ഞു തുരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി പഴക്കം ചെന്ന കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തും ധരിച്ച് പുറപ്പെട്ടു. കണ്ടം വെച്ച ചെരുപ്പ് കാലിലും പഴയ വസ്ത്രം ദേഹത്തും ധരിച്ചു പുറപ്പെട്ടു. അവരുടെ ഭക്ഷണത്തിനുള്ള അപ്പവും എല്ലാം ഉണങ്ങി പുറത്തിരുന്നു. അവർ ഗിൽഗാലിൽ പാളയത്തിലേക്ക് യോശുവയുടെ അടുക്കൽ ചെന്ന് അവനോടും ഇസ്രായേൽ പുരുഷന്മാരോടും, ഞങ്ങൾ ദൂരദേശത്ത് നിന്നും വന്നിരിക്കുന്നു, ആകയാൽ ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ ആ ഹിവ്യരോട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരായിരിക്കും, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, ഞങ്ങൾ നിന്റെ ദാസന്മാരാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ അവരോട്, നിങ്ങൾ ആർ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, അടിയങ്ങൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമനിമിത്തം ഏറ്റവും ദൂരദേശത്തു നിന്ന് വന്നിരിക്കുന്നു. അവൻ്റെ കീർത്തിയും അവൻ്റെ മെസ്രേനിൽ ചെയ്തതൊക്കെയും ഹെസ്ബോൻ രാജാവായ സീഹോൻ, അസ്താരോത്തിലെ ബാശാൻ രാജാവായ ഓഗ്, ഇങ്ങനെ യോർദാൻ അക്കരെയുള്ള അമോര്യരുടെ 2 രാജാക്കന്മാരോടും അവൻ ചെയ്തതെല്ലാം ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പന്മാരും ദേശനിവാസികൾ എല്ലാവരും ഞങ്ങളോട്, വഴിക്ക് വേണ്ടുന്ന ഭക്ഷ്യസാധനം എടുത്ത് അവരെ ചെന്ന് കണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാം എന്ന് അവരോട് പറയണമെന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാളിൽ ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തതാകുന്നു. ഇപ്പോൾ ഇതാ ഉണങ്ങി പൂത്തിരിക്കുന്നു. ഞങ്ങൾ വീഞ്ഞു നിറച്ചു കൊണ്ടുപോകുന്ന ഈ തുരുത്തികൾ പൂത്തതായിരുന്നു. ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. ഞങ്ങളുടെ ഈ വസ്ത്രവും ചെരുപ്പും ദീർഘയാത്രയിൽ പഴക്കമായിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ കർത്താവിനോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യവും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് സത്യം ചെയ്തു. ഉടമ്പടി ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥർ എന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവർ എന്നും അവർ കേട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ടതിൻ്റെ 3-ാം ദിവസം അവരുടെ പട്ടണത്തിലെത്തി. അവരുടെ പട്ടണങ്ങൾ ഗിബെയോൻ, കെഫീര, ബെരോത്ത്, കുര്യത്യാരീം എന്നിവയായിരുന്നു. സഭയിലെ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് അവരോട് സത്യം ചെയ്തിരിക്കയാൽ ഇസ്രായേൽ മക്കൾ അവരെ സംഹരിച്ചില്ല.
എന്നാൽ സഭ മുഴുവനും പ്രഭുക്കന്മാരുടെ നേരെ പിറുപിറുത്തു. പ്രഭുക്കന്മാരെല്ലാവരും സർവ്വസഭയോടും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ചെയ്തിരിക്കുകയാൽ നാം അവരെ ഉപദ്രവിക്കരുത്. നാം അവരോട് ഇങ്ങനെ ചെയ്ത് അവരെ ജീവനോടെ രക്ഷിക്കണം. അല്ലെങ്കിൽ ചെയ്തു പോയ സത്യം നിമിത്തം കോപം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞു. അവർക്ക് വാക്കുകൊടുത്തതുപോലെ പ്രഭുക്കന്മാർ അവരോട് ഇവർ ജീവനോടിരിക്കട്ടെ, എങ്കിലും അവർ സർവ്വസഭയ്ക്കും വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരും ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ യോശുവ അവരെ വിളിച്ചവരോട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പാർത്തിരിക്കെ ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞു ഞങ്ങളെ വഞ്ചിച്ചതെന്ത്? ആകയാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായ അടിമകൾ നിങ്ങളിൽ ഒരിക്കലും ഇല്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവർ യോശുവയോട്, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമെല്ലാം തരുമെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശ നിവാസികളെയെല്ലാം നശിപ്പിക്കുമെന്നും കൽപ്പിച്ച പ്രകാരം അടിയങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ടു ഈ കാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിനക്ക് ഹിതവും യുക്തവുമായി തോന്നുന്നത് പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് ചെയ്തു. ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലാതെ വണ്ണം അവരുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു. അന്ന് യോശുവ അവരെ സഭയ്ക്കും ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവൻ്റെ യാഗപീഠത്തിനും വേണ്ടി വിറക് കീറുന്നവരും വെള്ളം കോരുന്നവരുമായി നിയമിച്ചു. അങ്ങനെ ഇന്നുവരെയും ഇരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.